ആദ്യം ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള വലിയൊരു മാറ്റം നിങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഫ്രണ്ട്സ്, നിങ്ങളുടെ ഈ ബ്രേക്കപ്പിന് ശേഷം നിങ്ങളുടെ എക്സിനെ നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരുവാൻ കഴിയും. എങ്ങനെയെന്നോ, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബ്രേക്കപ്പ് സംഭവിക്കുന്നത് എപ്പോഴാണ്? അവരുടെ അത്രയും ഒരു വാല്യൂ നമ്മൾക്കില്ല എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ബ്രേക്കപ്പ് സംഭവിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ആ പ്രണയത്തിലാകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവർക്ക് കണ്ണോ മൂക്കോ ഒന്നും ഇല്ലായിരുന്നു? അന്ന് നിങ്ങൾക്ക് എന്തോ ഒരു വാല്യൂ അവർ കണ്ടിരുന്നു. നിങ്ങളിലെ വാല്യൂ കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ലെവലിലല്ല നിങ്ങൾ നിൽക്കുന്നതെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ സൈക്കോളജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങളെ അവർ ഉപേക്ഷിക്കുന്നത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ എന്തായാലും ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചു, സാരമല്ല, പോട്ടെ. നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡെസ്പറേറ്റ് എനർജി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ നമ്മുടെ എനർജി ഇങ്ങനെ ലോ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഓവർ തിങ്കിങ്, അതുപോലെ തന്നെ ഫ്രീക്വൻ്റ്ലി ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഒരു ക്രൈങ് മോഡിലേക്ക്, കരയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ഉറക്കം ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം പോലും ഉപേക്ഷിച്ചിരിക്കാം, ചിലപ്പോൾ കുളിയും നനയൊന്നും കാണില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ ഒരുപക്ഷെ തള്ളപ്പെടുന്നു. അപ്പോൾ അതിലൂടെ നമ്മുടെ എനർജി അവിടെ ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഡെസ്പറേറ്റ് എനർജി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹയർ എനർജിയിലോട്ട് ആദ്യം മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായി നിങ്ങൾ രണ്ടാമത് തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ്. അതായത് നമുക്ക് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളിലേക്ക് ഒരു അറ്റൻഷൻ ഉണ്ടാകും. ശരിയല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ ഡെസ്പിറേഷൻ കണ്ടിട്ടല്ല, പിന്നെയോ നമ്മുടെ സ്ട്രെങ്ത് കണ്ടിട്ടാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവരിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും കാമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ തന്നെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് നമ്മളിലേക്ക് വീണ്ടും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തു തുടങ്ങും. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഗ്ലോ അപ്പ് ഫേസ്. ഫാസ്റ്റ് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ മെത്തേഡാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഘട്ടമാണിത്. പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് അട്രാക്റ്റീവ് ആവുന്ന ഒരു കാര്യമാണിത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3 ആഴ്ചത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുവാനുള്ള കാര്യങ്ങളിലൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്രേക്കപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്. ഒരുപക്ഷെ എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ല, അല്ലേ? രണ്ടുപേരും ഒരുമിച്ചിരുന്ന ഒരു ലോകത്ത് നിന്ന് ഒരാൾ മാറിപ്പോകുമ്പോൾ പിന്നെ നിങ്ങൾ അവിടെ ഒറ്റപ്പെടുന്നൊരു ഒരു ഭീതിയും ഭയവുമൊക്കെ അവിടെ നിങ്ങളെ ബാധിച്ചേക്കാം. നിങ്ങൾ ആകപ്പാടെ കരഞ്ഞ് തളർന്ന് നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം. അപ്പോഴെങ്കിൽ നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയണമെന്നില്ല. എങ്കിലും ആ ഒരു ഘട്ടം കഴിയുമ്പോൾ വിത്തിൻ 1 month, ഓക്കെ, അതിനോടടുപ്പിച്ചിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്യുവാനുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അത് നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്യുന്നതാകാം, നിങ്ങളുടെ ഫിറ്റ്നസ്, വർക്കൗട്ട്, അതുപോലെ സെൽഫ് ഗ്രൂമിങ്, അതുപോലെ സെൽഫ് കെയർ. നമുക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്നറിയോ? ഇവരുടെ ഫോക്കസ് നമ്മളിലേക്ക് വരും. അവരൊന്ന് ക്യൂരിയസ് ആകും. ആ ക്യൂരിയസ് ആകുമ്പോൾ പതിയെ പതിയെ നമ്മളിലേക്ക് അറ്റൻഷൻ വന്നു തുടങ്ങും. ആ അറ്റൻഷനിൽ നിന്നും അട്രാക്ഷനിലേക്ക് അവർ മാറും. ക്യൂരിയസ് ആകുന്നു, അതിൽ നിന്ന് അറ്റൻഷൻ ഉണ്ടാകുന്നു, ആ അറ്റൻഷനിൽ നിന്നും ഒരു അട്രാക്ഷൻ അവർക്ക് നമ്മളോട് ഫീൽ ചെയ്യും. അതായത് നമ്മളെപ്പോഴും നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവരെങ്ങനെ കാണും എന്നുള്ളതൊരു സംശയമായിട്ട് ഇപ്പോൾ വരുന്നില്ലേ? അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സോഫ്റ്റ് നോ കോണ്ടാക്റ്റ്. അതായത് പൂർണ്ണമായിട്ടും കോണ്ടാക്റ്റ് ഒഴിവാക്കുക എന്നുള്ളതല്ല, ഈ നോ കോണ്ടാക്റ്റ് ആണ് നമ്മുടെ എക്സിനെ നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുവാനുള്ള സ്ട്രോങ്ങസ്റ്റ് ടൂൾ എന്ന് പറയുന്നത്. അവിടെ പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കുകയോ മറ്റൊന്നുമില്ല എന്ന് കരുതി നമ്മൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല അതിന് മീനിങ്. നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ്. അതായത് നമ്മുടെ എനർജി റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് സൈക്കോളജിക്കലി അവർ എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഘട്ടമാണ് 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്.
കുറേ നാളായിട്ട് ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബെഗ്ഗിങ് എനർജിയിലൊക്കെ നമ്മൾ നിൽക്കുകയായിരുന്നു. എന്നോട് മിണ്ടുവോ, എന്നോട് പഴയതുപോലെ ആകുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് നിൽക്കുന്നു. നമ്മൾ മെസ്സേജ് ഒന്നും തന്നെ അയക്കുന്നില്ല, കോൾ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ഒരു അറ്റൻഷൻ പിന്നെയും നമ്മളിലേക്ക് വരുവാൻ ഇത് കാരണമാക്കും. അപ്പോൾ ഇത് സൈക്കോളജിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ടൂളാണ് സോഫ്റ്റ് നോ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എനർജിയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, റീസെറ്റ് ചെയ്യുകയാണ്. 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റീറൈറ്റ് യുവർ സ്റ്റോറി. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഐ ആം നോട്ട് ഇനഫ്, ഞാൻ അത്രയ്ക്ക് പോരാ എന്നുള്ളത് കൊണ്ടല്ലേ അവർ എന്നെ ഇട്ടേച്ച് പോയത് എന്നൊരു എനർജിയിൽ നിങ്ങൾ വരുമ്പോൾ അവിടെ നമ്മുടെ എനർജി ഇങ്ങനെ ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റോറി റീറൈറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ബെസ്റ്റ് ക്വാളിറ്റീസ് എന്താണ് എഴുതി വെക്കുക, നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് അത് എഴുതി വെക്കുക. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആകട്ടെ, മെഡിറ്റേഷൻ ആകട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ പോസിറ്റിവിറ്റി ഉണ്ടാകുന്നത് ആ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നിങ്ങൾ ഈ ഒരു അഫർമേഷൻ ഉരുവിടുന്നത് നല്ലതായിരിക്കും. ഐ ആം വാല്യുബിൾ, ഞാൻ വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഐ ആം എ ബെസ്റ്റ് വേർഷൻ, ഞാൻ എൻ്റെ ബെസ്റ്റ് വേർഷനിലാണ് നിൽക്കുന്നത്. ആർക്കും എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിയും. ഐ ആം ചോസൻ, എന്നെ ആർക്കും തിരഞ്ഞെടുക്കുവാൻ കഴിയും. കാരണം അത്രയും ബെസ്റ്റായിട്ടുള്ളൊരു വേർഷനാണ് എനിക്ക്. ഇത് നിരന്തരമായിട്ട് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ന്യൂറോൺ പാറ്റേണിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഈ അഫർമേഷൻ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. അടുത്തതായിട്ട് ചെയ്യേണ്ട അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇമാജിനൽ സീൻസ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുന്നതോ ഒക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ അവരെയല്ല, അവർ നിങ്ങളെ എനിക്ക് മിസ് ചെയ്യുന്നു, നിങ്ങൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ ഞാൻ നിങ്ങളെ കൈവിട്ടു, എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ മെസ്സേജ് ചെയ്യുന്നതോ ഫോൺ ചെയ്യുന്നതോ കോളൊക്കെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് പുതിയൊരു പാറ്റേൺ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇനിയാണ് യഥാർത്ഥ കളി നടക്കാൻ പോകുന്നത്. അവസാനത്തെ ആ ഘട്ടം സോഷ്യൽ പ്രസൻസ്. നമ്മളെപ്പോഴും ഇങ്ങനെ ഇരുണ്ടുമൂടി ഇരിക്കാതെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചുറ്റിക്കറങ്ങുക, ഔട്ടിങ്സിന് പോവുക, അവരുമായിട്ട് മീറ്റപ്പ് നടത്തുക, വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നേരത്തെ നിങ്ങൾക്ക് തോന്നിയില്ലേ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരെങ്ങനെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു സോഴ്സ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ തന്നെയാണ്. നിങ്ങളുടെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ ഇൻസ്റ്റയിലോ എവിടെയൊക്കെ നിങ്ങളുടെ ഫോട്ടോസ് എങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ്, എനർജറ്റിക് ആയിട്ടുള്ള വീഡിയോസ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസോ, സെൽഫ് കെയറിങ് നടത്തുന്നതോ, സെൽഫ് ഗ്രൂമിങ് നടത്തുന്നതോ, ഫ്രണ്ട്സുമായിട്ട് ചുറ്റി ടൂർ പോകുന്നതോ, ഔട്ടിങ്സിന് പോകുന്നതോ, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഇമേജസ് അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യുക. ഒരു കാരണവശാലും ആരെയോ മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കോട്ടുകളോ അതുപോലെ പോസ്റ്റുകളോ അതുപോലെ വിഷമിച്ച് അല്ലെങ്കിൽ മൂടിയായിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും, അത് ഒരു ഫോട്ടോ ആകട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് ആകട്ടെ, ഇനി റീൽസ് ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത്. അപ്പോൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഐ ആം മിസ്സിങ് സംതിങ് വാല്യുബിൾ, എന്തോ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നിനെയാണ് ഞാൻ മിസ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മൾ അത്രയും എനർജറ്റിക് ആയിട്ട് അത്രയും ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു മോഡിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് നമ്മളോട് വീണ്ടും ആ അട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പഴയ വേർഷനുമായിട്ടാണ് അവർ ഡിസ്കണക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഒരു വേർഷനുമായിട്ടാണ് അവർ ഡിസ്കണക്റ്റ് ആയിട്ടുള്ളത്. എന്നാൽ പുതിയൊരു വേർഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? വീണ്ടും അവർ നമ്മളിലേക്ക് കണക്ട് ചെയ്യുവാൻ തുടങ്ങും. കാരണം നമ്മൾ വീണ്ടും എനർജറ്റിക് ആൻഡ് ഹാപ്പിനെസ് മോഡിലേക്ക് മാറുമ്പോൾ നമ്മുടെ പുതിയൊരു വേർഷനിലേക്ക്, ഒരു ബെസ്റ്റ് വേർഷനിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പഴയ ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതെ ആ ബെസ്റ്റ് വേർഷനെ അതുപോലെ തന്നെ നിലനിർത്തി അതിനെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമുക്ക് കഴിയുക കൂടി വേണം. എപ്പോഴാണ്? അവർ തിരികെ വരുമ്പോൾ. മനസ്സിലായോ? അപ്പം ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ നമ്മുടെ ആ പഴയ വേർഷനെ നമ്മളങ്ങോട്ട് ഉപേക്ഷിച്ചതിന് ശേഷം നമ്മുടെ ആയിട്ടുള്ള പുതിയൊരു വേർഷനെ ഒരു അപ്ഡേഷൻ നമ്മൾ നടത്തുകയാണ്. അതിലൂടെ നമുക്ക് അവരെ നല്ല ആരെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നു മുതൽ തന്നെ ഇത്രയും കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ നിങ്ങളൊന്ന്
ശ്രമിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫിൽ തന്നെ വലിയ മാറ്റം, ആരും ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള വലിയൊരു മാറ്റം നിങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, അതിനെ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. വളരെ മിതമായിട്ടുള്ളൊരു ഫീസ് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ. വലിയ ഫീസൊന്നും ഉണ്ടാകില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ ഏത് സമയത്തും കോൺടാക്റ്റ് ചെയ്യാം. അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.